ഹലോ എവരിവൺ, മിസ്റ്റർ ഔട്ട്റേസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ശോഭയുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ മെട്രോപോളിസസ് ആണ്. ഇത് നമുക്ക് കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. കാണാവുന്ന പോലെ ഇത് അതിൻ്റെ ഒരു കാസ്റ്റ് മോഡലാണ്. നമ്മൾ ഇതിലേക്ക് കിടക്കുന്ന മുമ്പ് നമുക്ക് എന്തായാലും ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വരാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് വിഷ്വൽസിലേക്ക് കിടക്കാം. നമ്മളോട് എന്നുള്ളത് വിപിൻ ചേട്ടനാണ്. വിപിൻ ചേട്ടനാണ് നമ്മുടെ ശോഭയുടെ എല്ലാ സെയിൽസും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് എന്ത് സെയിൽസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടോ എല്ലാം നമുക്ക് വിപിൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചെയ്യാവുന്നതാണ്. വിപിൻ ചേട്ടൻ്റെ കോൺടാക്ട്സും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുത്തിരിക്കും. വിപിൻ ചേട്ടാ, എങ്ങനെയാണ് ബാക്കി വീടിൻ്റെ വിശേഷം? നമ്മളിപ്പോൾ എൻട്രി ചെയ്തത് നമ്മുടെ കോറിഡോറിൽ നിന്ന് നമ്മൾ ഫോയറിലേക്കായിരുന്നു എൻട്രി ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു ഫോർമൽ ലിവിങ്ങിനുള്ള സ്പേസ് ആണ്. ഫോർമൽ ലിവിങ്ങിനോട് ചേർന്നിട്ട് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. നമുക്ക് ഒരു 11 ഫീറ്റ് വൈഡ് ആയിട്ടൊരു ഗ്ലേസ്ഡ് വിൻഡോ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് വരുന്നത്. ഓക്കെ, ഈ ബാൽക്കണിയുടെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ്. അതും ടഫൻ ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ വേറെ ഇഷ്യൂസും കാണണമെന്ന് അവിടെ വരുന്നില്ല. അടുത്തൊരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്കും ബാക്കി 3-4 ബെഡ്റൂമിലേക്കും ആക്സസ് ഉള്ള രീതിയിൽ സെന്റർ ഓഫ് ദ പോർഷനിലാണ് നമ്മൾ ഈ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് നമുക്ക് ഫാമിലി ലിവിങ്ങിന്റെ ഒരു പോർഷൻ വരുന്നത്. വൈഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 20 ഫീറ്റിന് മുകളിൽ നമുക്ക് ലെങ്ത്തിൽ വരുന്ന വൈഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ ഒരു ഡൈനിങ് ഏരിയ കാണുമ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ കിച്ചണിലേക്ക് ഒരു വ്യൂ കിട്ടും. അവിടുന്ന് ഫുഡ് സെർവ് ചെയ്യാനും ഇപ്പോൾ അല്ലെങ്കിൽ റെയിനി ടൈമൊക്കെയാണ് നമുക്ക് ആ ഫുഡ് എൻജോയ് ചെയ്യാൻ ബാൽക്കണിക്കും വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ഒരു ഫ്ലാറ്റിൽ ഒരു ആംബിയൻസ് കുറവ് ഒരിക്കലും ഉണ്ടാവില്ല. ഡൈനിങ് ഏരിയ എന്ന് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് സ്പെസിഫിക്കേഷൻസ് എങ്ങനെ? ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള 2 BHK-ലും 3 BHK-ലും 4 BHK-ലും നമ്മൾ ഇങ്ങനൊരു വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു മാർബിൾ ഫിനിഷിംഗ് ആണ് ഇവിടെ വരുന്നത്. ഡൂറാവീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നല്ലൊരു ക്ലോക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. ചേട്ടാ, ഇനി കിച്ചണിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കിച്ചൻ്റെ കാര്യങ്ങൾ? നമ്മളിതിൽ ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഏത് ടൈപ്പ് അപ്പാർട്ട്മെന്റ് എടുത്താലും നമുക്ക് കിച്ചൺ ഈ ഒരു സ്പേസിലായിരിക്കും വരുന്നത്. ഏകദേശം 100 to 120 സ്ക്വയർ ഫീറ്റിനുള്ളിലാണ് കിച്ചണിന്റെ സ്പേസ് വരുന്നത്. നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ പോയിന്റുകൾ അതുപോലെ തന്നെ വാൾ ടൈൽസ്, ഫ്ലോർ ടൈല് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ നമ്മൾ ഈ കബോർഡ് വർക്ക്, ജിപ്സം വർക്ക്, ലൈൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഇതേ ഒരു ഫിനിഷിംഗാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വേറൊരു വാതിലൂടെ കാണുന്നുണ്ട്. അത് നമ്മൾ എങ്ങോട്ടാണ് ലീഡ് ചെയ്യണം? ഇത് വരുന്നത് നമുക്കൊരു വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. നമുക്ക് ഇതിനോട് ചേർന്നൊരു 40 സ്ക്വയർ ഫീറ്റിൽ നമുക്കൊരു വർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ തന്നെയാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു വർക്ക് ഏരിയ ആണിത്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ യൂണിറ്റും കാണാനൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയൊരു സൗകര്യത്തിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്കൊരു സർവൻറ്റ് റൂമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിടക്കും. കയറി വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ സർവൻസിനുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
അപ്പോൾ കംപ്ലീറ്റ്ലി അവർ സെപ്പറേറ്റഡ് ആയിട്ട് അവർക്കൊരു പ്രൈവസിയും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇത് വരുന്നത്. എങ്ങനെയാണ് ഈ ഏരിയ സ്പെസിഫിക്കേഷൻസ്? ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ കൂടി 4BHK അപ്പാർട്ട്മെന്റിൽ മാത്രമാണ് നമുക്ക് വരുന്നത്. അവർക്ക് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നത്. അവരുടെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ഇത് അവരുടെ ഒരു എൻട്രൻസ് ആൻഡ് ഔട്ടാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സൈഡിൽ കൂടെ നമുക്ക് എൻട്രി ചെയ്യാം. അവർക്ക് വർക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് എക്സിറ്റ് ചെയ്യാം. അവരുടെ ഒരു എൻട്രൻസ് ആണ്. എൻട്രൻസ് ആൻഡ് എക്സിറ്റ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ അവിടുത്തെ ഗസ്റ്റിനും കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പ്രൈവസിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അവരുടെ ബിലോങ്സിങ് ആണൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഓവർനൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. തേർഡ് പാർട്ടീഷൻ ഓഫ് ദി ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ TV യൂണിറ്റ് ഏരിയ, ഒരു സോഫ്റ്റ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് 4 ബെഡ്റൂമിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. 3 ബെഡ്റൂംസ് നമുക്ക് സൈഡിലും വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം ലെഫ്റ്റിലും വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. ചേട്ടാ, നമ്മളിവിടെ കണ്ടത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് വരുന്നത്. അതിൽ മൂന്നാമത്തെ ഒരു പോർഷനാണ് ഈ ഫാമിലി ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഫാമിലി ലിവിംഗിന് എല്ലാ പോയിന്റ്സിലേക്കും ക്വിക്ക് ആക്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈവൻ 4 ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിലേക്കും കിച്ചണിലേക്കും വാഷിംഗിലേക്കും എല്ലാത്തിലേക്കും ക്വിക്ക് ആക്സസ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനോട് കൂടി ചേർന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്പണിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വിൻഡോ കൂടി വരുന്നുണ്ട്. നമുക്ക് ടോപ്പ് ഓപ്പൺ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മുകളിൽ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മെയിൻ ആയിട്ടൊരു വിൻഡോന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ റൂമിലേക്കുള്ള ലൈറ്റിംഗ് ആണ്. ഇത് എല്ലാ റൂമിലും നമുക്ക് ഇതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുഖേന നമുക്ക് എല്ലാ റൂമിലേക്കും ഈവൻ ലൈറ്റ്സ് ഇല്ലെങ്കിൽ പോലും നല്ലൊരു വെന്റിലേഷനും ലൈറ്റിങ്ങും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ബാക്കി മാസ്റ്റർ ബെഡ്റൂമിലെ വിശേഷങ്ങൾ കണ്ടു തുടങ്ങാം. ഓക്കെ ചേട്ടാ പ്ലീസ്. ഇത് ഈ ഒരു പ്രൊജക്റ്റില് ഒരു 4BHK അപ്പാർട്ട്മെന്റിന്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ്. ഭയങ്കര സ്പേസ് ആയിട്ടുള്ള ഒരു 180 സ്ക്വയർ ഫീറ്റ് സ്പേസ് വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടെ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു ബാൽക്കണി സ്പേസ്. ഇവിടെ ഒരു പ്രൈവറ്റ് ബാൽക്കണി ഏരിയ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ തിക്കൻ ടഫൻ ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് സ്ലൈഡിങ് ഡോർസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ക്യൂട്ട് ഒരു ഏരിയ ആണ് ഫോർ ഇന്റിമേറ്റ് സിറ്റുവേഷൻസ്. ഓക്കെ ഓക്കെ, ഇവിടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു വാക്കിംഗ് വാർഡ്രോബ്സ് വരുന്നുണ്ട്. വാക്കിംഗ് നമുക്ക് ഡെസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് വാക്കിംഗ് വാർഡ്രോബ്സ് ആണ് വരുന്നത്. കൂടെ തന്നെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ചെറിയൊരു വാഷ് ഏരിയ കാണാം. കോമൺ ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റ്സും കാണാനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഗസ്റ്റും കാണാനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് ആക്സസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇതൊരു ഇങ്ങനെ സിംഗിൾ സ്ട്രെച്ചിൽ ഒരു വലിയൊരു ഹാള് കിട്ടുന്നതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടിയാണ് അവിടെ. പിന്നെ ഇവിടെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ റീഡിങ് റൂമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കിഡ്സ് ഏരിയ ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവരുടെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്കിത് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഫോട്ടോ ഫ്രെയിംസ് വെച്ച് നിറച്ച് നമുക്കതൊരു ഫോട്ടോ ഗാലറി റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു റൂമിൻ്റെ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വീട് കസ്റ്റമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു കോർണർ ഏരിയ തന്നെയാണ് 3 ബെഡ്റൂംസിന് നമുക്ക് എൻട്രി വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ചേട്ടാ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫെസിലിറ്റീസും പ്രൈസിങ്ങും റേറ്റിങ്ങും എത്ര BHK ഒക്കെയാണ്, ഏത് ടവറിലൊക്കെയാണ് വരുന്നത്, ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമോ? ഓക്കെ, നമുക്ക് ഇത് മൊത്തം ഒരു 8.3 ഏക്കേഴ്സിൽ നമുക്ക് 6 ടവറിലായിട്ട് 504 അപ്പാർട്ട്മെന്റുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പ്രീമിയം അപ്പാർട്ട്മെന്റുകളാണ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു 5 സ്റ്റോറി ബിൽഡിങ്ങിൽ നമുക്ക് പബ്ലിക്കിന് ആക്സസ് ഉള്ള കൊമേഴ്ഷ്യൽ സ്പേസുകളും അതുപോലെ തന്നെ ഇതിലെ ഫ്ലാറ്റ് ഓണേഴ്സിനായിട്ടുള്ള ക്ലബ് ഹൗസും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഏകദേശം ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇവിടെ ഒരു പബ്ലിക്കിനും ഇവിടുത്തെ റെസിഡൻസിനും കൂടി ആക്സസ് ചെയ്യാൻ പറ്റിയൊരു മാള് വരുന്നുണ്ട്. അതെ, നമുക്കൊരു 20,000 സ്ക്വയർ ഫീറ്റില് ഗ്രൗണ്ട് പ്ലസ് ഫസ്റ്റ് ഫ്ലോർ 2 ഫ്ലോർസ് നമുക്ക് പുറമേന്ന് പബ്ലിക്കിന് ആക്സസ് ഉള്ള മാളാണ്.
മേലത്തെ 3 ഫ്ലോറിലേക്ക് നമുക്ക് റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ മിനി തിയേറ്റർ, റെസ്റ്റോറന്റ്, ബാഡ്മിന്റൺ കോഴ്സ്, അങ്ങനെ ക്ലബ് ഓണേഴ്സിന് മാത്രം പെർമിഷൻ ടു ആക്സസ് ഉള്ള അവരുടെ ക്ലബ് ഹൗസ് ആണ്. ഇൻഡോർ ഗെയിംസ് ആണ് വരുന്നത്. അതാണ് നമ്മൾ ഫ്രണ്ട് ഒരു ഏരിയ. അപ്പം കയറി വരുമ്പോൾ തന്നെ ഒരു മാളുണ്ട്, പബ്ലിക്കിന് വരാൻ പറ്റി. അതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കുള്ള സ്റ്റോഴ്സും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ ഓക്കെ. നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. നമുക്ക് അപ്പാർട്ട്മെന്റിലേക്ക് എൻട്രി ചെയ്യുന്നെങ്കിൽ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ നമുക്കൊരു സെക്യൂരിറ്റി പോയിന്റ് വരും. ഇതിനോട് ചേർന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇവിടുത്തെ ഗാലറിയാണ്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് വരുന്നത്. ഒരു 60 സെന്റ് ലാൻഡ് ഏരിയ, ഒരു ഫുട്ബോൾ കോർട്ട് പോലെ നമുക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത്. ഒരു സ്റ്റേജും അതുപോലെ തന്നെ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത് വരുന്നത്. ഇവിടെ നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻസോ അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പാർട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് ഒരു 1200 മുതൽ 2000 പേരൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ഇതിന്റെ അടുത്തായിട്ട് നമുക്ക് ഏകദേശം ഒരു 200 വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഓപ്പൺ ഗസ്റ്റ് പാർക്കിങ്സ് ആണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്യാം. അതിനോട് അടുത്ത് തന്നെയാണ് നമുക്ക് എല്ലാ പാർക്കിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇവിടുത്തെ ഒരു ഗ്രാൻഡ് എൻട്രൻസ് ലോബിയാണ് വരുന്നത്. ഏകദേശം നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഒരു ലോബിയേക്കാൾ ഒരു 4 ഇരട്ടി വലുപ്പത്തിലുള്ള ഒരു ലോബിയാണ് വിസിറ്റേഴ്സിനായിട്ട് നമ്മളിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട്മെന്റ് ഓണേഴ്സിന് സെപ്പറേറ്റ് വേറെ എൻട്രൻസ് ആയിരിക്കും വരുന്നത്. അവർ ഏത് ടവറിലാണോ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ടവറിന്റെ അടിയിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ട് അവിടെ പാർക്ക് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ ആയിരിക്കും അവരുടെ പാർക്കിംഗ്. അത് വിസിറ്റേഴ്സിനാണെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ഓക്കെ പറഞ്ഞതിന് ശേഷം അവർക്ക് ഇവിടെ നിന്ന് ലിഫ്റ്റ് എടുത്ത് 3rd ഫ്ലോറിൽ വന്ന് ഈ 1.5 ഏക്കർ സ്പേസ് ഉള്ള ഈ ഓപ്പൺ ഗാർഡനിലൂടെ നടന്ന് വേണം ഏത് ടവറിലാണോ അവരുടെ റിലേറ്റീവ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് ചെല്ലാനായിട്ട്. അപ്പം ഫസ്റ്റ് ഒരു ഗസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തു നിന്നൊരു വാം വെൽക്കം ഒക്കെ കൊടുത്തിട്ട് കയറി വരുന്ന വലിയൊരു ഓപ്പൺ ഗാർഡനിലേക്കാണ്. അതും 3rd ഫ്ലോറിൽ ഡിസൈൻ ചെയ്തത്. 1.5 ഏക്കറാണ് ഇതിന്റെ ഒരു സ്പേസ് മൊത്തം ഒരു സൈസ് വരുന്നത്. ഓക്കെ. 4 ചുറ്റും നമ്മൾ ടവേഴ്സ് ആയിട്ട് കവർ ചെയ്തിട്ട് നല്ലൊരു ഗാർഡൻ തന്നെ. അതെ. പിന്നെ ഓരോ എൻട്രൻസും ഓരോ ടവറിലേക്കുള്ള എൻട്രൻസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാലസിലേക്കുള്ള എൻട്രൻസ് പോലെ നമ്മൾ ഡിസൈൻ ഈ ഒരു ഏരിയയിൽ നമുക്ക് വരുന്നത് ഇവിടുത്തെ ഔട്ട്ഡോർ അമ്യൂണിറ്റീസ് ആണ്. നമുക്കിവിടെ ഒരു ആംഫി തിയേറ്റർ ആണ് ഈ ഒരു കോർണറിൽ വരുന്നത്. അതിനോട് ചേർന്ന് നമുക്കൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ വരുന്നുണ്ട്. ഒരു സാൻഡ് പിറ്റൊക്കെ ആയിട്ട് സ്റ്റെപ്പ് കയറി മേലെ നിന്നിട്ട് പേരൻസിന് കുട്ടികളെ നോക്കാൻ പറ്റുന്ന പോലെ തന്നെ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇപ്പോഴത്തെ സൈഡ് നമുക്കൊരു ഹാഫ് ബാസ്കറ്റ് കോർട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രിക്കറ്റ് നെസ്റ്റ് വരുന്നുണ്ട്, ടെന്നീസ് കോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത് നമുക്കൊരു 1.5 കിലോമീറ്റർ സ്പേസിൽ നമുക്കൊരു ജോഗിങ് ട്രാക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ ചുറ്റിനുള്ള സ്പേസുകളിലൊക്കെ അപ്പാർട്ട്മെൻറ്റുകളുടെ ഒക്കെ ഗ്യാപ്പുകളിലൊക്കെ നമുക്കിതുപോലെ ഓപ്പൺ ഗാർഡനും അതുപോലെ തന്നെ ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കിപ്പം ഒരു ഈവനിങ് ജോഗിങ് ഒക്കെ എൻജോയ് ചെയ്യാം. ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലുള്ള പിള്ളേർക്ക് ഇവിടെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു 3rd ഫ്ലോർ വ്യൂവും അതിൻ്റെ ചുറ്റും തന്നെ നമുക്ക് താഴത്തെ അവരുടെ ഓപ്പൺ ഗാർഡനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ 6 ടവേഴ്സ് വരുന്നത്. 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് നമുക്ക് 6 ടവേഴ്സ് വരുന്നത്. ഇതിന്റെ നടുവിലായിട്ടാണ് നമുക്ക് ഈ 1.5 ഏക്കർ സ്പേസിൽ ഓപ്പൺ ഗാർഡൻ വരുന്നത്. നമ്മൾ 1, 2, 3 നമ്മൾ ഏകദേശം 2021 നമ്മൾ ലോഞ്ച് ചെയ്തത്. അത് ഇപ്പോൾ നമുക്ക് അതിൽ അവൈലബിലിറ്റി ഉണ്ടാവില്ല, നമുക്ക് ഫുള്ള് സോൾഡ് ആണ്. 4 and 5 and 6 ആണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു 25 ഇയറിലേക്ക് ലോഞ്ച് ചെയ്യാൻ വെച്ചതായിരുന്നു. പക്ഷെ നമുക്ക് യൂണിറ്റ്സ് നമുക്ക് സെയിൽ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഈ വർഷം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 BHK ഒരു അപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 1527 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. 2 ബെഡ്റൂമിന്റെ തന്നെ സ്ക്വയർ ഫീറ്റ്. അതിന് വരുമ്പോൾ ഏകദേശം ഒരു 1.52 CR ആണ് പ്രൈസ് വരുന്നത്. രജിസ്ട്രേഷൻ മാത്രമായിരിക്കും എക്സ്ട്രാ വരുന്നത്. അതിൽ എല്ലാം വരുന്നത് കാർ പാർക്കിംഗ്, GST, മെയിൻ്റനൻസ്, ഡെപ്പോസിറ്റ് അങ്ങനെ എല്ലാം കവേർഡ് ആണ്. എത്ര ഇയേഴ്സിനാണ് കവർ ചെയ്യണേ? മന്ത്ലി മെയിൻ്റനൻസ് നമുക്ക് 10 years ആണ് വരുന്നത്. 10 years ഈ ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെന്റ് കവർ ചെയ്ത് പോകും. 3 BHK നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1779 സ്ക്വയർ ഫീറ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അറൗണ്ട് ഒരു 180 CR തൊട്ടാണ് ഇപ്പോൾ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഓൾമോസ്റ്റ് ഒരു 20 ഫ്ലോർ വരെ ഇപ്പോൾ ബുക്കിംഗ് ആണ്. മീൻസ് 4ാമത്തെ ടവറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4ാമത്തെ ടവറിൽ ഏകദേശം ഒരു 20 ഫ്ലോർ വരെ നമുക്ക് ബുക്കിംഗ് ആണ്. 20-ന് മേലേക്കാണ് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്. അപ്പോൾ അതിന്റെ ഒരു പ്രൈസ് ആണ് പറയുന്നത് ഏകദേശം ഒരു 1.8 CR തൊട്ടാണ് 3 BHK അപ്പാർട്ട്മെന്റിന്റെ പ്രൈസ് വരുന്നത്. 4 BHK നോക്കുകയാണെങ്കിൽ നമുക്ക് 5th and 6th ടവറിലാണ് അവൈലബിലിറ്റി വരുന്നത്. അത് ഏകദേശം 2500 2800 അങ്ങനെയാണ് അതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. പ്രൈസിന് നോക്കുകയാണെങ്കിൽ ഒരു 2.4 CR തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.4 പ്ലസ് രജിസ്ട്രേഷൻ അങ്ങനെയാണ് അതിന്റെ പ്രൈസ്. അതും ഈ 10 ഇയേഴ്സിനുള്ള എല്ലാം കവേർഡ്. എക്സ്ട്രാ രജിസ്ട്രേഷൻ മാത്രമാണ് വരുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടവറും 6th ടവറിലും ഫുള്ള് 4 ബെഡ്റൂംസ് മാത്രമാണ്. അതിൽ 3 ടൈപ്പ് 2800 സ്ക്വയർ ഫീറ്റിന്റെ അപ്പാർട്ട്മെന്റും ഒരു ടൈപ്പ് 2500 സ്ക്വയർ ഫീറ്റിന്റെ അപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് 4 BHK ഫസ്റ്റ് ആൻഡ് 6th ടവറിൽ തന്നെ. 2nd 5th വരുമ്പോൾ ഫ്രണ്ടിലത്തെ 2 അപ്പാർട്ട്മെന്റുകൾ 4 ബെഡ്റൂമും ബാക്കിൽ 2 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഫ്രണ്ടിലത്തെ വരുമ്പോൾ ഏകദേശം 2500 സ്ക്വയർ ഫീറ്റ് തന്നെയാണ് വരുന്നത്. സൂപ്പർ ബിൽഡപ്പ് ഏരിയ വരുന്നത്. 3 ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 2090 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ 3rd 4th ടവർ എൻ്റെ 3 ബെഡ്റൂംസ് മാത്രമാണ് വരുന്നത്. നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നത് ഇതിൻ്റെ 3rd and 4th ഫ്ലോറിലും പിന്നെ 19th ഫ്ലോറിലും 19ാമത്തെ ഫ്ലോറിലാണ് 2 BHK ഒരു സ്പേസ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ തന്നെ 4 കോർണേഴ്സിലായിട്ടാണ് ഫ്ലാറ്റുകൾ വരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ബാൽക്കണീസ് വരുമ്പം ഒരു 2 സൈഡിലും ബാൽക്കണീസ് വരും അല്ലേ? ഇതിന്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ട് സൈഡ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ 2 ബാൽക്കണി, ലിവിംഗ് ബാൽക്കണി, ബെഡ്റൂം ബാൽക്കണി പുറത്തേക്കാണ് വ്യൂ വരുന്നത്. അതുപോലെ ഉള്ളിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിവിംഗ് ബാൽക്കണി, ബെഡ്റൂം ബാൽക്കണി വ്യൂ ഈ 1.5 ഏക്കർ സ്പേസിലുള്ള ഗാർഡനിലേക്കാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ശോഭയുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ മെട്രോപോളിസിന് വിശേഷങ്ങൾ. അടുത്തൊരു പ്രൊജക്റ്റായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർ കോൺടാക്ട് ചെയ്യണം, വിഭിച്ചാണ്ട് കോൺടാക്ട് ചെയ്യണ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. സോ എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറീസും കാര്യങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് വിത്ത് അല്ലേ? ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയും ആയിട്ട് കാണാം.